അതിലുള്ളൊരു സന്തോഷമാണ്. അവരിന്ന് ചിരിച്ചു, അവരിന്ന് സന്തോഷിച്ചു. എൻ്റെ മോളൊക്കെ പറഞ്ഞാൽ അവളെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ പോയതാണ്. അപ്പോൾ ശരിക്കും അവരുടെ മനസ്സിലെ ആ ഒരു ഷോക്ക് ശരിക്കും മരങ്ങൾ പൊട്ടുന്നതും ഇടി പൊട്ടുന്നതും കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതുമായിട്ടുള്ള ശബ്ദങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എവിടെയും തോറ്റ് പിന്മാറി പോവരുത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കുക. മക്കളെ ഒന്ന് എത്ര അഭിനന്ദിച്ചാലും കൂടി പോകില്ല. അവരൊക്കെ ഞങ്ങളെക്കാളും നേരിട്ട് വീട് നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ ഒക്കെയാണ്, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. എന്നിട്ടും അവരാണ് ഞങ്ങൾക്ക് അതിജീവന സന്ദേശം ഞങ്ങൾക്ക് പകർന്നു തന്നതെന്ന് കൂടി പറയാൻ പറ്റും. അപ്പം ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്ന തൊട്ടടുത്തിരുന്ന ആൾക്കാർ പോലും ഇന്നില്ലാന്ന് പെട്ടെന്ന് ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ അതേപോലെ പഴയയിലേക്ക് തിരിച്ചു പോവാം. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുന്നു. എല്ലാവരും കാത്തിരുന്നത് അവരുടെ സംഘനൃത്തത്തിന് വേണ്ടിയാണ്. അത് മറ്റാരുടെയുമല്ല, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ഏക അവശേഷിപ്പായ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സംഘനൃത്തത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത്. കണ്ടും അനുഭവിച്ചും ജീവിച്ചുമറിഞ്ഞ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യം പറയുകയാണ് ആ കുട്ടികൾ. നമുക്ക് പോകാം അവരുടെ പുത്തൻ വിശേഷങ്ങളിലേക്ക്. ജൂലൈ 30 മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ മഹാദുരന്തം സംഭവിച്ച രാത്രി. മുണ്ടക്കൈയെയും ചൂരൽമലയെയും പുഞ്ചിരിമറ്റത്തെയും ഒന്നാകെ ഉരുളെടുത്ത രാത്രി. എന്നാൽ ഒന്നുമാത്രം അവിടെ അവശേഷിച്ചു. അതായിരുന്നു വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ, വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളാർമല സ്കൂൾ കൂടി അവിടെ അവശേഷിച്ചില്ലായിരുന്നെങ്കിൽ ചൂരൽമല എന്ന ഗ്രാമം ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു. കുത്തിയൊലിച്ചെത്തിയ ഭീമൻ പാറകളും മരങ്ങളും മണ്ണുമൊക്കെ കടന്നുപോയത് സ്കൂളിന്റെ മുന്നിലൂടെയായിരുന്നു. പക്ഷേ സ്കൂൾ കെട്ടിടത്തിൽ തടഞ്ഞു നിന്ന കൂറ്റൻ മരങ്ങൾ അവിടെ നിന്ന് അനങ്ങിയില്ല. സ്കൂളിന് പിന്നിൽ സ്ഥിതി ചെയ്തിരുന്ന നിരവധി വീടുകൾക്കും അവിടെ താമസിച്ചിരുന്ന മനുഷ്യർക്കുമായിരുന്നു വെള്ളാർമല സ്കൂൾ സംരക്ഷണം തീർത്തത്. ഒരു തരത്തിൽ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ ഉയർത്തെഴുന്നേൽപ്പിന് പ്രതീക്ഷയേകിയത് ഈ സ്കൂൾ തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം. അതിന് കൂടുതൽ കരുത്തു പകരുകയാണ് ഈ കലോത്സവം. ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഞങ്ങളെല്ലാവരും കടന്നു പോകുന്നത്. 2024 ജൂലൈ 30 ഞങ്ങൾക്ക് സംഭവിച്ച ഒരു വലിയ ദുരന്തം, അതിൽ നിന്നൊക്കെ ഞങ്ങൾ കരകയറി. ആ കയറിയത് ലോകത്തിനു മുമ്പിൽ അത് അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു വലിയൊരു അവസരം. ആ അവസരം ഇന്ന് നമുക്ക് വേദിയിൽ കിട്ടി. അത് മക്കൾ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. അതിലുള്ളൊരു സന്തോഷമാണ്. അവരിന്ന് ചിരിച്ചു, അവരിന്ന് സന്തോഷിച്ചു. ആ സന്തോഷം കണ്ടപ്പോഴുള്ള ആ ചിരിയാണ് ഞങ്ങളുടെ മുഖത്തുള്ളത്. ഞങ്ങൾ പ്രളയം നേരിട്ട് അഫക്റ്റ് ചെയ്ത 97 കുട്ടികളുണ്ടായിരുന്നു. അതുകൂടാതെ മറ്റ് സ്പോർട്സിലും ശാസ്ത്രമേളയിലും സാറ് പറഞ്ഞ പോലെ ഏറെ കുട്ടികളെ പങ്കെടുപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവരെ മാനസികമായിട്ട് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്, മനസ്സിലൊരു ചേഞ്ച് ഉണ്ടാക്കുക. അപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറെടുപ്പിച്ചു ഈ കുട്ടികളെയൊക്കെ എല്ലാ മത്സരങ്ങളിലും. ഇപ്പോൾ നമ്മൾ ഈ നൃത്തം മാത്രമായിരുന്നില്ല, നാടകം ഉണ്ടായിരുന്നു, തിരുവാതിര ഉണ്ടായിരുന്നു, ഒപ്പന ഉണ്ടായിരുന്നു, വഞ്ചിപ്പാട്ടുണ്ടായിരുന്നു, നാടൻ പാട്ടുണ്ടായിരുന്നു, സംഘഗാനമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഇനങ്ങളിലും ഈ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത കുട്ടികളെ സെലക്ട് ചെയ്ത് പങ്കെടുപ്പിച്ചു. അപ്പോൾ അവർ എൻഗേജ്ഡായി, കൂടുതൽ ഇതിനകത്തങ്ങ് മുഴുകി. റിഹേഴ്സലും പാട്ടും ഡാൻസും കളികളും ഒക്കെ ആയിട്ടങ്ങ് മാറിയപ്പോൾ ഇവർ ആ മനസ്സിലുണ്ടായ ആ ഒരു മുറിവ് മെല്ലെ 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 മാറി മാറി വന്നു. അതാണ് ഇതുകൊണ്ടുണ്ടായ ഒരു വലിയ ചേഞ്ച്. അപ്പോൾ അവർ ഏകദേശമൊക്കെ മാറി. അതാണ് ഈ വർഷത്തെ കലോത്സവം യഥാർത്ഥത്തിൽ വെള്ളാർമലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു.
എൻ്റെ മോളൊക്കെ പറഞ്ഞാൽ അവളെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ പോയതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവൾ ഡൾ തന്നെയായിരുന്നു. കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചാൻസ് ഇട്ടിപ്പോൾ അവൾ അതിലേക്ക് അങ്ങനെ ആയി. അവൾ കുറേ മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കൗൺസിലിംഗ് ഒക്കെ നിന്നു, കുഴപ്പമൊന്നുമില്ല, മാറി. അങ്ങനെ ചാൻസ് ഇട്ട് തന്നെ വലിയൊരു ഞങ്ങളെ ഭാഗ്യമായിട്ട് കാണുന്നു. ഇത്രയും വലിയ സ്റ്റേജിൽ വന്നിട്ട് കളിക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയതിന് സന്തോഷം. അവർക്ക് സബ് ജില്ല കഴിഞ്ഞ് ജില്ലയിൽ പോയ സമയത്ത് അവർക്ക് ജില്ലയിൽ നിന്ന് എന്തുകൊണ്ടോ അവർക്ക് കിട്ടാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര നിരാശയായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഇവിടുന്ന് ഒരു കോള് വന്നത്, ഇങ്ങനെ അവതരിപ്പിക്കാൻ, ഉദ്ഘാടന സമയത്ത് തന്നെ അവതരിപ്പിക്കാനൊരു അവസരം കിട്ടിയതുകൊണ്ട് ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കൂടെ ഞങ്ങൾക്കും സന്തോഷമായി, കാരണം ഞങ്ങൾക്കും ഇത് കാണും. ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ പരിപാടിക്ക് അധികം സംസ്ഥാനത്തിന് വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. അനുഭവിച്ചറിഞ്ഞ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘനൃത്തത്തിലൂടെ പ്രതിഫലിപ്പിച്ചത്. ചാരത്തിൽ നിന്നുയർത്തെഴുന്നേറ്റ് ചിറകിൻ കരുത്തിൽ വാനിലുയരും എന്ന നാരായണൻകുട്ടി എഴുതിയ വരികളിലൂടെ അത് കൂടുതൽ പ്രതിഫലിച്ചു. സ്കൂൾ യൂണിഫോം ഇട്ട് ബാഗും തൂക്കിയാണ് കുട്ടികൾ നൃത്തവേദിയിലേക്കെത്തിയത്. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന്റെ എല്ലാ ഭീകരതയും വേദിയെ ഉലച്ചു. നൃത്താധ്യാപകൻ അനിൽ വെട്ടിക്കാട്ടിരിയാണ് വിദ്യാർത്ഥികളെ അരങ്ങിലെത്തിച്ചത്. വെള്ളാർമലയിലെ കുട്ടികളുടെ ഇന്നത്തെ ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ കളിക്കാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമായിട്ടും പിന്നെ ഞങ്ങളുടെ പറയാൻ പറ്റുള്ളൂ ഒരു സേവനമായിട്ടുമാണ് കരുതുന്നത്. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ലോകം മുഴുവനും കണ്ടിരുന്ന ഈ സംഭവം. വെറും 5 ദിവസത്തെ പ്രാക്ടീസ്. എനിക്ക് വന്ന കോള് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം വെച്ചാൽ 10 ദിവസം കൊണ്ട് വരികൾ എഴുതി നമ്മുടെ കയ്യിൽ കെട്ടി ട്യൂൺ ചെയ്ത് അത് റെക്കോർഡായതിനു ശേഷം പോയി കമ്പോസ് ചെയ്തിട്ട് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കത് കുട്ടികളെ വേദിയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ലായിരുന്നു. എന്താണെങ്കിലും ഞാനത് ഏറ്റെടുത്തിട്ട് വയനാട്ടിൽ ഞാൻ ചെന്ന സമയത്ത് എനിക്ക് 7 കുട്ടികളെ തന്നപ്പോൾ ഈ 7 കുട്ടികളും ഡാൻസ് പഠിച്ചവരല്ല. പഠിച്ച കുട്ടികളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത് ശരിക്കും അന്നത്തെ ഒരു ദിവസം ഞാൻ ആകെ മൂഡ് ഓഫ് ആയിപ്പോയി. പിറ്റേ ദിവസം മുതലാണ് ഞാൻ ശരിക്കും അവരെ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ശരിക്കും അവരുടെ മനസ്സിലെ ആ ഒരു ഷോക്ക്, ശരിക്കും മരങ്ങൾ പൊട്ടുന്നതും ഇടിപൊട്ടുന്നതും കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതുമായിട്ടുള്ള ശബ്ദങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം അവർ ഓരോ കഥകളും എന്നോട് അവതരിപ്പിച്ചു. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളിൽ ഇതിൽ അനുഭവപ്പെട്ടവരുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അതിൽ 1-2 കുട്ടികൾ അനുഭവപ്പെട്ടവരാണ്, എങ്കിലും ഒട്ടുമിക്ക കുട്ടികൾക്ക് വീടില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കുട്ടികളെ നമ്മളൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സ് നൃത്തത്തിലേക്ക് വരണമെങ്കിൽ അവർ വളരെ സന്തോഷവാന്മാരായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം എനിക്ക് പോയിട്ടുള്ള 5 ദിവസങ്ങളിലും കുട്ടികളിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലായി, അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലായി, അവരുടെ വീടിൻ്റെ അന്തരീക്ഷങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ കുറച്ച് തമാശ പറയുന്നുണ്ട്, അവരെ കുറച്ച് ചിരിപ്പിക്കും, കുറച്ച് ഡാൻസ് പഠിപ്പിക്കും, കുറച്ച് ചിരിപ്പിക്കും, കുറച്ച് ഡാൻസ് പഠിപ്പിക്കും. അങ്ങനെയായിട്ടാണ് 5 ദിവസം കൊണ്ട് ഞാനിത് പഠിപ്പിച്ച 6ാമത്തെ ദിവസം ഞാൻ വേദിയിലേക്ക് ഞാനിത് കയറ്റുന്നത്. സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞു, ജില്ലാ കലോത്സവം കഴിഞ്ഞു. അപ്പോൾ ഈ സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അതിനുള്ളൊരു ഭാഗ്യം ഈ ലോകം മുഴുവനും കാണാനും വേദി ഒന്നിൽ തന്നെ അവതരിപ്പിക്കാനും ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്നാണെങ്കിൽ പറയാം. ചൂരൽമല നിവാസികളായ വൈഗ ഷിബു, ശിവപ്രിയ, വീണ, സാധിക, അശ്വിനി, അഞ്ചൽ, ഋഷിക എന്നിവരാണ് അതിജീവനത്തിന്റെ ചുവടുകൾ വെച്ചത്. മത്സരിക്കാനും സമ്മാനം നേടാനുമല്ലായിരുന്നു ഇവർ തലസ്ഥാനത്തേക്ക് വണ്ടി കയറിയത്. മഹാദുരന്തത്തെ അതിജീവിക്കുന്ന ഒരുപറ്റം ജനതയുടെ കരുത്ത് നൃത്തത്തിലൂടെ പ്രകടിപ്പിക്കാനായിരുന്നു. അതൊരു തലമുറയ്ക്ക് തന്നെ ഊർജം പകർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഫുൾ സപ്പോർട്ടോടുകൂടി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ജനറലായിട്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കൊറിയോഗ്രാഫർ ഞങ്ങളുടെ അനിൽ വെട്ടിക്കാട്ടിരി സാറായാലും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടോടെ ഞങ്ങളെ ഒരു എന്താ പറയുക, ഈ വഴക്ക് പറയാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സാറ് ഞങ്ങളെ പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതിൽ നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള തന്നെ കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ ചില വിഷയത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ചിരിക്കലും കളിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്യുമല്ലോ, നമ്മൾ ഇന്നലെ ഇങ്ങനെ ചെയ്തിരുന്നല്ല ഇന്ന് നമുക്ക് ആരുമില്ലല്ലോ, പെട്ടെന്നൊരു ഓർമ്മയാണ്. അതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടി തൊട്ടടുത്തിരുന്ന ആൾക്കാർ പോലും ഇന്നില്ലാന്ന് പെട്ടെന്ന് ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ അതേപോലെ പഴയയിലേക്ക് തിരിച്ചു പോവുക. ഞങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒരു കവിതയിലൂടെ പ്രചരിപ്പിച്ച് അത് ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു.
ലോകം മുഴുവനും ഞങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നല്ല സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങളറിയാം വെള്ളാരമ്പലത്തെ പിള്ളേരാണ് വെള്ളാരമ്പലത്തെ. അപ്പോൾ അതിലൊക്കെ നല്ല സന്തോഷം, എല്ലാവരും അറിയപ്പെട്ടതിലൊക്കെ. എവിടെയും തോറ്റ് പിന്മാറി പോവരുത്, നമ്മളതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കുക. ഞങ്ങൾക്ക് അതുപോലെ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അത് ശരിക്കും ഞങ്ങൾ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു കലകൾക്ക് പൊതുവെ മനുഷ്യരുടെ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ മറക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് ആ കലയെ ഞങ്ങൾ ഊർജ്ജമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമാനതകളില്ലാത്ത ദുരന്ത കാലഘട്ടത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഒരുപാട് കൈകളുണ്ട്. ആ കൈകൾക്കൊക്കെ ഉള്ള ഒരു നന്ദി സൂചകം അല്ലെങ്കിൽ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഞങ്ങൾ ഈ ഡാൻസിനെ കാണുന്നത്. ഇത് ഇവിടെ വരെ എത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. മക്കളുടെ സന്തോഷമാണ് ഞങ്ങളുടെയും ഊർജ്ജം. പിന്നെ അതിജീവനം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രമല്ല, ഇതൊരു കാലത്തിൻ്റെയും കൂടി ഇതാണ്. കാരണം ഈ ഒരു ദുരന്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അതിജീവിക്കണമെന്ന് ഞങ്ങളെക്കാൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലത്തിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ആളുകളുടെ പിന്തുണയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ്, രക്ഷിതാക്കൾ, മക്കളെ ഒന്ന് എത്ര അഭിനന്ദിച്ചാലും എന്താ പറയുക, കൂടിപ്പോവില്ല. കാരണം അവരൊക്കെ ഞങ്ങളെക്കാളും നേരിട്ട് വീട് നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ ഒക്കെയാണ്. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. എന്നിട്ടും അവരാണ് ഞങ്ങൾക്ക് അതിജീവന സന്ദേശം ഞങ്ങൾക്ക് പകർന്നു തന്നതെന്ന് കൂടി പറയാൻ പറ്റും. സന്തോഷം. ഇങ്ങനെ ഒരു വലിയൊരു വേദി കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെയേറെ നന്ദി. ചൂരൽമല എന്ന നാടിനെ എനിക്ക് തോന്നുന്നു ചേർത്ത് നിർത്തിയിരുന്നത് നമ്മുടെ വെള്ളാരമ്പല സ്കൂൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇത് ഭാവിയിലെ ആ ഒരു വെള്ളാരമ്പലക്ക് പകരമാവില്ല എങ്കിലും ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇനിയൊരു സ്കൂള്, അതിലും നല്ലൊരു സ്കൂള് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് വരുന്നത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിലേക്കുള്ളൊരു ഇന്ധനമായിട്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ കാണുന്നത്. ഞങ്ങളുടെ ഭാവിയിലെ പ്രതീക്ഷ അത് തന്നെയാണ്. കാരണം ഇതൊക്കെ അവർക്ക് കൂടിയുള്ളൊരു എന്താ പറയുക, ഒരു ഭാവിയിലേക്കുള്ള ഒരു ഇന്ധനമായി മാറട്ടെ എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ചൂരൽമല എന്നത് ഞങ്ങൾക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഉണ്ടാവില്ല, എന്നും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. വെള്ളാർമല സ്കൂൾ ഉയർത്തെഴുന്നേൽക്കും, ഞങ്ങൾ തിരികെ വരും. ഈ പ്രതീക്ഷയിലാണ് സംഘനൃത്തം അവസാനിച്ചത്. ഉണ്ണിമാഷ് പറഞ്ഞതുപോലെ ഈ കലോത്സവം അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തുടക്കമാകട്ടെ. ഈ കലോത്സവം ചൂരൽമലയ്ക്ക് വേണ്ടിയാകട്ടെ. ക്യാമറാമാൻ അഭിലാഷിനോടൊപ്പം സിബിൻ സെയ്ഫ്, കൈരളി ന്യൂസ്.